ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ തവളമാക്രി. അതിൻ്റെ കണ്ണ് പോകുന്നത് കണ്ടോ? അപ്പം ഇങ്ങനെ കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുന്ന തവളമാക്രീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായോ ഒരു പേപ്പർ എടുത്തോട്ടോ. ഇങ്ങനൊരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇക്കാണെന്ന തവളമാക്രീനെന്ന് വരച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് വേറെ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലത്തെ സംഭവം കണ്ടില്ലേ, ആ കണ്ണും പിന്നെ താഴത്തുള്ള സംഭവം കൂടെ ഒന്ന് വെട്ടിയെടുക്കുക. പിന്നെ അതിൻ്റെ ഔട്ട്ലൈനർ ബ്ലാക്ക് കൊണ്ടൊന്ന് വരച്ചെടുത്തതിന് ശേഷം എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള ഒന്നെങ്കിൽ ഗ്രീൻ കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അടിച്ചോളൂ. ഞാൻ എന്തായാലും ഗ്രീനും പിന്നെ റെഡും കൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമുക്കിപ്പം ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം നമുക്ക് ആ ഒരു ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളതിൻ്റെ സബ്സ്ക്രൈബറും കൂടി ആയിരിക്കണം, അതേപോലെ ടോപ്പ് കമൻറ്ററും കൂടി ആയിരിക്കണം. അപ്പോൾ മിസ്സാക്കി കളയേണ്ട മക്കളെ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചറ പറ കമൻറ്റും കൂടി ഇട്ടോളൂ കേട്ടോ. ഈ ഒരു വിന്നറിനെ നമ്മൾ എന്തായാലും ലാസ്റ്റായിട്ട് ലൈവായിട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ആയ കാരണം നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു. ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഡൗൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് വ്യൂസ് കയറി വരുന്ന ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും, അപ്പോൾ ഈ ഒരു മാക്രിക്കുട്ടന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും മറക്കരുത്.